ഹലോ കൂട്ടുകാർ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ടെക്സ്ചർ വർക്കാണ്. വളരെ സിമ്പിളായിട്ട്. അപ്പം ഞാൻ മറ്റേ ഹോം ടൈപ്പൊക്കെ ആദ്യം ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടെക്സ്ചർ പുട്ടി ഇതുപോലെ വലിച്ചിടുക, കുറച്ച് സ്മൂത്താക്കി. അതിനുശേഷം ട്രാവൽ ടൂൾ വെച്ച് ഒന്ന് നന്നായിട്ട് സ്പഞ്ച് ചെയ്ത് കൊടുക്കുക. പരമാവധി അടുപ്പിച്ച് സ്പഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കയ്യേറ്റൊക്കെ ചെയ്യാം കേട്ടോ. കയ്യിൻ്റെ പാദം വെച്ചൊക്കെ ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ വെറുതെ കയ്യിലധികം ആക്കണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ സ്പഞ്ച് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇത് സ്പഞ്ച് ചെയ്തിട്ടൊന്ന് ചെറുങ്ങനെ വാടിയതിന് ശേഷം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് അങ്ങനെ വാടിയതിന് ശേഷം ഇത് നമ്മളിതാകട്ടോ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ മുകളിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിലെ ടേപ്പുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ഒരു കിടുക്കാച്ചി വർക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾക്ക് ഓരോ ലൈക്കുകളും അടുത്തൊരു പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയാണ്. ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 116ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് തന്ന നിങ്ങൾക്ക് നന്ദി. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത്, കാരണം ഒരുപാട് സമയം പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേപ്പ് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ബ്ലാക്ക് എമർഷൻ ഉണ്ടല്ലോ, ബ്ലാക്ക് എമർഷനിൽ കുറച്ച് ഡോക്ടർ ഫിക്സഡിൻ്റെ URP മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ എക്സ്റ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് കിട്ടണം. അതുപോലെ ഇതുപോലെ അതിന് ശേഷം സിൽവർ ഒരു ബനിയൻ ക്ലോത്തിലോ അല്ലെങ്കിൽ സ്പോഞ്ച് ഇട്ടിട്ട് അതിലൊക്കെ ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് കൊടുക്കുക. സ്പഞ്ച് ചെയ്ത് കുറച്ചധികം ഒരു ഓവർ ലോഡാകാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് കൊടുക്കുക. സ്പഞ്ച് ചെയ്ത് ഞാൻ ബനിയൻ ക്ലോത്ത് വെച്ചിട്ട് വെച്ചിരുന്നു. ആ ബനിയൻ ക്ലോത്ത് ഒന്ന് ഇതുപോലെ പല ആകൃതിയിലൊന്ന് ആ നൂല് മാത്രം തട്ടുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളിയാകും. ഇനി ഇതിലൊരു പരിപാടിയുണ്ട്, അതെന്താണെന്ന് എനിക്കറിയണ്ടേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അടിക്കുന്ന ക്ലിയർ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയും. നമ്മളെ സിമ്പിളായിട്ടുള്ള നമ്മളെ സ്ലീക്കിൻ്റെ ഇൻഡിക്കോടെ എക്സ്റ്റീരിയൽ ടച്ചിട്ടാണ് നമ്മളിതിലേക്ക് അടിക്കുന്നത്. ടച്ചിട്ട് കൊണ്ട് അടിച്ച് വരുമ്പോൾ എന്താണെന്ന് പറയുക, ഒരു അടിപൊളി ഫീലിങ് നമുക്ക് കിട്ടും. ടച്ചിട്ടൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ, കാരണം സാധാ ടെക്സ്ചർ ക്ലിയർ അല്ല കേട്ടോ ഞാൻ അടിക്കുന്നത്, സാധാ നോർമൽ ടെക്സ്ചർ. കാരണം ഇതധികം വെയിലൊന്നും തട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസൈന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ഓയിൽ ബേസായ ക്ലിയറുകൾ തന്നെയാണ്. ഇതാണ് നമ്മൾ ഡിസൈൻ ബാക്കി കൂടി ഞാൻ കാണിച്ചത് ഗൈസ്.